വെരിഫൈ എ ടൈംസ് അഡ്ജ് എ ഈക്വൽ ടു അഡ്ജ് എ ടൈംസ് എ ഈക്വൽ ടു ഡിറ്റ് എ ഐ. അപ്പോൾ നമുക്കിത് വെരിഫൈ ചെയ്യണം. ഇത് വെരിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അഡ്ജ് എ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് എ ആണ്. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? അഡ്ജ് എ. ഇതാണ് എ അല്ലേ? ഓക്കെ, അഡ്ജ് എ എങ്ങനെയായിരിക്കും വരുന്ന? അഡ്ജ് നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാണ്. 2/2 ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? എന്ത് ചെയ്താൽ മതി? ഡയഗണൽ എലമെന്റ്സ് ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയാൽ മതി. സോ -6 ഇവിടെ 2 വരും. ഇനി അടുത്ത് എന്താണ്? നോൺ ഡയഗണൽ എലമെന്റ്സിന് നെഗറ്റീവ് കൊടുക്കുക. സോ -3 -4 എന്താകും? 4 ആകും. ഓക്കെ, ഡയഗണൽ എലമെന്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്യുക, നോൺ ഡയഗണൽ എലമെന്റ്സിന്റെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ അഡ്ജ് എയും കിട്ടി. ഇനി ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ടൈംസ് അഡ്ജ് എ. എ ടൈംസ് അഡ്ജ് എ എന്ത് വരും? എ ടൈംസ് അഡ്ജ് എന്ന് പറയുമ്പോൾ എ 2 3 -4 -6. ഇതിനൊക്കെ നമുക്ക് ഡിറ്റർമിനൻ്റ് ആവശ്യമുണ്ടല്ലോ, അതും കൂടെ നമുക്കൊന്ന് എഴുതി കണ്ടുപിടിച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പം ഡിറ്റർമിനൻ്റ് എത്ര വരും? 2 times -6 -12. ഓക്കെ, 3 times -4 -12. മൈനസ് ഓഫ് മൈനസ് എന്താകും? പ്ലസ് ആകും. -12 -12 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ +12. ഓക്കെ, അപ്പോൾ എത്ര വരും? 0 വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അഡ്ജ് എ ടൈംസ് അഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി 0 മെട്രിക്സ് ആണ് കിട്ടേണ്ടത് കേട്ടോ. കാരണം 0 times i ആണ് എന്താ വരുന്ന? 0 വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് അതൊന്ന് പറഞ്ഞു നോക്കാം. ഡിറ്റർമിനൻ്റ് എ ടൈംസ് ഐ ഈക്വൽ ടു 0 times 1 0 0 1 എന്ത് വരും? 0 0 0 0 0 മെട്രിക്സ് വരും കേട്ടോ. ഇതാണ് നമുക്ക് വരേണ്ടത്. ഇത് ആക്ച്വലി ഏതിനും ട്രൂ ആകും. നമുക്കിവിടെ 0 കിട്ടിയെന്നേ ഉള്ളൂ ഡിറ്റർമിനൻ്റ്. നോക്കാം, ഇത് വന്നു. അടുത്ത ഇപ്പുറത്ത് എന്താണ്? -6 -3 4 2 ഈക്വൽ ടു 2 -12 12 +12. ഓക്കെ, അടുത്ത് -6 +6. അടുത്ത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. +24. അടുത്ത് -24. അടുത്ത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ +12 സോ 12 മാത്രം മതി. -12 എത്ര കിട്ടി? 0 0 0 0. ഓക്കെ, നോക്കിക്കേ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. സോ +12 -12 അതും 0. അപ്പം എല്ലാം നമുക്ക് 0 മെട്രിക്സ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം, ഇതിന് നമുക്കൊരു 2 കൊടുക്കാം, അടുത്തിനുള്ളതിന് നമുക്ക് 3 കൊടുക്കാം. അഡ്ജ് എ ടൈംസ് എ എന്ത് വരും? അഡ്ജ് എ ടൈംസ് എ നോക്കാം. അഡ്ജ് എന്താണ്? -6 -3 4 2 2 3 -4 -6. നോക്കിക്കേ, -6 times 2 -12 +12. ഓക്കെ, 6 times 3 -18. 3 times 6 18. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും കേട്ടോ. അടുത്ത് 4 times 2 8 -8. ഇവിടെ എങ്ങനെ വരും? 12 -12 എന്ത് വന്നു? 0 0 0 0. ഇതെന്തെന്ന് എടുക്കാം? ഇക്വേഷൻ നമ്പർ 3 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? ഫ്രം 1 2 and 3 എന്ത് പറയാം? എ ടൈംസ് അഡ്ജ് എ ഈക്വൽസ് അഡ്ജ് എ ടൈംസ് എ ഈക്വൽസ് ഡിറ്റ് എ ടൈംസ് ഐ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. അടുത്തത് സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, ഒരു 3/3 മെട്രിക്സ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിൻ്റെ അഡ്ജ് കണ്ടുപിടിക്കാം. ഓക്കെ, അഡ്ജ് കണ്ടുപിടിക്കാം എങ്ങനെയാണ്? സോ നമുക്ക് ആദ്യം ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഐ
ഡിറ്റർമിനൻ്റ് എന്ത് വരും? ഡിറ്റർമിനൻ്റ് ആദ്യം കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് എന്ത് വരും നോക്കിക്കേ. ഡിറ്റർമിനൻ്റ് ഏത് വെച്ച് കണ്ടുപിടിക്കുന്ന എളുപ്പം? നമ്മളുടെ ഈ കോളം വെച്ച് കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം അല്ലേ? കാരണം അതാകുമ്പോൾ നമുക്ക് ഒരാളെ മാത്രം നോക്കിയത്, മറ്റൊരാളെ നോക്കണോ? വേണ്ട. അപ്പോൾ സീറോസ് കൂടുതലുള്ള ആൾക്കാരെ എടുത്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ആളെ മാത്രം എടുത്താൽ മതി. അത് പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ അവിടെ നെഗറ്റീവാണ് വരേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ വരും? നെഗറ്റീവ് ഓഫ് -1 + 1 ആകും. ഓക്കെ, ഇനി അത് വരുന്ന റോയും കോളവും ഒഴിവാക്കുക. 3 × 3 9 -2 എന്ത് വരും? +2 ആകും. ഓക്കെ, അത് വരുന്ന റോയും കോളം ഒഴിവാക്കി 9 -2 +2 ആയി. സോ 11 വരും. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻ്റ് എത്ര വരും? 11 വരും. ഓക്കെ, സോ ഡിറ്റർമിനൻ്റ് AI എന്ത് വരും? ഡിറ്റർമിനൻ്റ് AI = 11 0 0 0 11 0 0 0 11. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡിറ്റർമിനൻ്റ് A × I കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അഡ്ജയാണ്. അഡ്ജയെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ട്രിക്ക് ഉപയോഗിച്ച് എളുപ്പം കണ്ടുപിടിക്കാം അല്ലേ? ട്രിക്ക് അല്ലേ, ആക്ച്വലി അവിടെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, എന്നാലും നമുക്കത് ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ മറ്റേ ബോർഡർ മൊത്തത്തിൽ എഴുതുന്നില്ല. അടുത്തൊരു മെത്തേഡാണ്. എന്താണ്? നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നടുക്കുള്ള ആളുടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? അത് വേറൊരു കളർ. ഓക്കെ, 0 ഓക്കെ 0 -1 0. അടുത്ത് അപ്പോൾ ഈ നടുക്കത്തെ ആൾ കഴിഞ്ഞേ അടുത്ത് -2 3 2 -2. ഇവിടുത്തെ ആൾ കഴിഞ്ഞു. അടുത്ത് വീണ്ടും ഇവിടെ 3 1 1 3. ഓക്കെ, 3 1 1 3. ഓരോന്നിനും ഡിഫറെൻറ്റ് മോഡൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്, ഏതാണോ എളുപ്പം, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് ചെയ്യുന്നത് കേട്ടോ. അടുത്ത് വീണ്ടും 0 0 -1 0. എവിടെ നിന്ന് തുടങ്ങി അവിടെ അവസാനിക്കുക. 0 0 -1 0. ഓക്കെ, ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നതിനൊപ്പം ട്രാൻസ്പോസ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 4 പേരെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ട്രാൻസ്പോസ് ആയിട്ട് വേണം ഇവിടെ വരാൻ കേട്ടോ. അപ്പോൾ ആ മോഡലിലാണ്. അപ്പോൾ നമുക്ക് അഡ്ജ് എഴുതാം. അഡ്ജ് എങ്ങനെ വരും? അഡ്ജ് = നോക്കട്ടെ എങ്ങനെ വരും? ആദ്യത്തെ 4 0 0 എന്താണ്? 0 ആണ്. അടുത്ത 4 പേര് -2 3 3 1. ഓക്കെ, അപ്പോൾ -2 -9 -2 -9 എത്ര വരും? -11. ഓക്കെ, അടുത്ത് 0 0 എന്ത് വരും? 0 വരും. ഓക്കെ, അടുത്ത് നോക്കാം 0 3 -1 2. 0 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ +3. ഓക്കെ, അടുത്ത് 3 1 2 1. 3 -2 3 -2 എത്രയാ? 1. അടുത്ത് 1 0 1 -1 -1 എന്താകും? 0. ഓക്കെ, സോ -1. അടുത്ത് -1 2 0 -2 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ +2 -0. ഓക്കെ, സോ 2. അടുത്ത് 2 1 -2 3 എന്ത് വരും? 6 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ 6 + 2 8. അടുത്ത് 1 -1 3 0 1 -1 3 0 1 0 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ 3. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ അഡ്ജ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? A × അഡ്ജ്. അതും കൂടെ നമുക്ക് ഇവിടെ ചെയ്യാം. A × അഡ്ജ് എങ്ങനെ വരും? A എന്താണ് നോക്കിക്കേ. 1 -1 2 3 0 -2 3 0 -2 1 0 3 1 0 3 ടൈംസ് അഡ്ജ്. അഡ്ജ് എന്താണ്? 0 -11 0 3 1 -1 2 8 3. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്ത് കിട്ടും നോക്കാം. നോക്കിക്കേ 1 × 0 0 -3 + 4. ഓക്കെ, -3 + 4 0 ഞാൻ എഴുതുന്നില്ല. 0 -3 + 4 -11. അടുത്തതാണ്. നമുക്ക് എഴുതി പോകുമ്പോൾ തിരിച്ചു വേണ്ട എഴുതാൻ ട്രാൻസ്പോസ് എടുക്കണ്ടേ?
ഇതിൻ്റെ ട്രാൻസ്പോസ് അല്ലേ അഡ്ജ് വരുന്നത്? ഒറ്റ മിനിറ്റ്, നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം അല്ലേ? ട്രാൻസ്പോസ് എടുത്തിട്ടില്ലല്ലോ. ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജ് വരുന്നത് കേട്ടോ. ഇതല്ല ഇതിൻ്റെ ട്രാൻസ്പോസ്. നമ്മൾ നേരെയല്ലേ എഴുതിയത്? ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് എന്ത് വരേണ്ടത്? അഡ്ജ് വരേണ്ടത്. അപ്പോൾ ഇവിടെ അഡ്ജ് എങ്ങനെ വരും? 0 3 2 -11 1 8 0 -1 3. ഓക്കെ, അതിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജ് വരേണ്ടത്. അപ്പോൾ അതാണ് നമ്മളുടെ അഡ്ജ് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? 0 മൈനസ് ഓഫ് മൈനസ് എന്താകും? പ്ലസ് ആകും. സോ 11 പ്ലസ് 11 ആകും. ഓക്കെ, 0 11 0. അപ്പോൾ 11 ആണ് ആദ്യത്തെ വരുന്നത്. ഇനി അടുത്ത് നോക്കാം. 1 times 3 3 -1 -2. ഓക്കെ, സോ 3 -1 -2. അടുത്ത് എങ്ങനെ വരും? 2 -8 2 -8 പ്ലസ് 6. ഓക്കെ, അടുത്ത എങ്ങനെ വരും? 0 0 0. ഓക്കെ, അടുത്ത എങ്ങനെ വരും? 3 9. ഓക്കെ, 9 0 പ്ലസ് 2. അടുത്ത് 6 0 -6. 0 ഉള്ളത് ഞാൻ എടുക്കുന്നില്ല, ബാക്കി അല്ലാത്ത മാത്രമാണ് എഴുതി പോകുന്നത് കേട്ടോ. 0 0 0. അടുത്തത് 3 0 -3. ഓക്കെ, 3 -3. അടുത്ത് 2 0 9 2 പ്ലസ് 9. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വന്നു? ഈക്വൽ ടു നോക്കിക്കേ 11. ഇവിടെ എന്തായി? 0. ഇപ്പുറത്ത് എന്തായി? 0. ഇവിടെ എന്തായി? 0 11 0 0 0 11. ഇതിന് നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു എഴുതാം. ഇതിന് നമുക്ക് എന്തെന്ന് മാർക്ക് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ A ടൈംസ് അഡ്ജയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? അഡ്ജ് A ടൈംസ് A ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അഡ്ജ് A ടൈംസ് A എന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇത് നമ്മളുടെ A ആണ്. നമുക്ക് എന്താ വേണ്ടത്? അഡ്ജ് A ടൈംസ് A. നേരത്തെ സെയിം ചോദ്യം തന്നെയല്ലോ. സെയിം തന്നെ. അഡ്ജ് A ടൈംസ് A ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അഡ്ജ് A ടൈംസ് A എന്ത് വരും? നോക്കിക്കേ, അഡ്ജ് എന്തായിരുന്നു? 0 3 2. മറ്റേ ട്രാൻസ്പോസ് ആണ് 0 3 2 -11 1 8 -11 1 8. അടുത്ത് 0 -1 3 0 -1 3. ഓക്കെ, ഇതാണ് അഡ്ജ് A ടൈംസ് A. A എന്തായിരുന്നു? 1 -1 2 3 0 -2 1 0 3. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നോക്കിക്കേ, 0 0 9 പ്ലസ് 2. ഓക്കെ, 9 പ്ലസ് 2 കിട്ടും. അടുത്തത് 0 0 0. അടുത്തത് 0 -6 പ്ലസ് 6. സോ -6 പ്ലസ് 6. അടുത്ത് -11 3 8. ഓക്കെ, -11 പ്ലസ് 3 പ്ലസ് 8. അടുത്തെന്ത് വരും? മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ 11 0 0. അപ്പോൾ അതെന്ത് വരും? അവിടെ 11 മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ എന്ത് വരും? 11. അടുത്ത് -22 -2 പ്ലസ് 24. -22 -2 പ്ലസ് 24. 0 -3 പ്ലസ് 3. 0 0 0. 0 പ്ലസ് 2 പ്ലസ് 9. സോറി. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെഴുതാം? അഡ്ജ് A ടൈംസ് A. അഡ്ജ് A ടൈംസ് A എന്ന് പറയുന്നത് എന്ത് കിട്ടി? ഇവിടെ നോക്കിക്കേ,
9 + 2 11, ഇവിടെയും 11, ഇവിടെയും 11. ബാക്കിയെല്ലാം എന്താകും 0 ആയിട്ട് പോകും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 0 0 0 11 0 0 0 11. ഇതിനെ നമുക്ക് എന്തെന്ന് മാർക്ക് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാം ഫ്രം ഇക്വേഷൻ നമ്പർ 1 2 and 3. ഓക്കെ, ഇവിടെ നമുക്ക് മുമ്പത്തെ ഇതിൽ നമുക്ക് കിട്ടി ഇക്വേഷൻ നമ്പർ 1 ഐഡന്റിറ്റി 11 ടൈംസ് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇക്വേഷൻ നമ്പർ 2 നമുക്ക് സെയിം മോഡൽ തന്നെ കിട്ടി. ഇക്വേഷൻ നമ്പർ 3 നോക്കിക്കേ, സെയിം മോഡൽ തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാം ഇക്വേഷൻ നമ്പർ 1 2 and 3 എന്ത് പറയാം? A ടൈംസ് അഡ്ജ് A ഈക്വൽസ് അഡ്ജ് A ടൈംസ് A ഈക്വൽസ് ഡിറ്റർമിനന്റ് A ടൈംസ് I എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദ മെട്രിക്സ്. ഓക്കെ, തന്നിട്ടുള്ള മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് നമ്മളുടെ ഡെഫിനിഷൻ മോഡലിൽ തന്നെ നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്തു നോക്കാം. ഓക്കെ, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ എ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഡിറ്റ് എ ആണ്. ഡിറ്റർമിനന്റ് എങ്ങനെ ചെയ്യാം? നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ആവശ്യമുള്ളൂ അല്ലേ, മറ്റേ 2 0 ആണ്. അപ്പൊ അത് നോക്കണോ? വേണ്ട. സോ 1 ടൈംസ് അതവിടെ പോകും. ഓക്കെ, 1 ടൈംസ് ഇവിടെ വരുമ്പോൾ എന്ത് വരും? നമ്മളുടെ ആ റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ 3 0 2 -1 ആണ്. ഓക്കെ, അപ്പോൾ 3 ടൈംസ് -1 -3. ഓക്കെ, -2 ടൈംസ് 0 0 എന്ന് പറഞ്ഞ് കിട്ടും. അത് എത്ര വരും? -3. സോ നമ്മളുടെ ഡിറ്റർമിനന്റ് എത്രയാണ്? -3 ആണ്. ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ആവശ്യം? മൈനസും കോഫാക്ടേഴ്സും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മൈനസ് കണ്ടുപിടിക്കാം. M11, ഓക്കെ, M12, M13. അടുത്ത് M21, M22, M23, M31, M32, M33. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മൈനസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് മൈനസ് എന്ന് പറയുന്നത് എന്താണ്? M11 എന്ന് പറയുമ്പോൾ A11 ഒഴിവാക്കിയിട്ട് അത് വരുന്ന റോയും കോളം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത്. സോ 3 ടൈംസ് -1 -3, മറ്റേന്താകും 0 ആയി പോകും. ഓക്കെ, സോ -3. M12 എന്ത് വരും? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഒഴിവാക്കുക, ബാക്കി 3 0 5 -1 -3 0. സോ -3. അടുത്ത് ലാസ്റ്റ് റോയും കോളം ഒഴിവാക്കുക, ഫസ്റ്റ് റോയും ലാസ്റ്റ് കോളവും ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ 3 ടൈംസ് 2 6 -15. 6 -15 നോക്കിക്കേ, ഇവിടെ 6 വരും, -15. 6 -15 എത്ര വരും? -9 വരും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, അടുത്തിന് M21 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഒഴിവാക്കുക. സോ 0 0 0 ആകും. അടുത്ത് M22 നടുക്കത്താളെ ഒഴിവാക്കുക, സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഒഴിവാക്കുക. ഓക്കെ, അപ്പം എന്ത് വരും? -1 0 -1. അടുത്ത് 23 എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റത്തത്. ഓക്കെ, സെക്കൻഡ് റോയും ലാസ്റ്റ് കോളവും ഒഴിവാക്കുക. അപ്പം എന്ത് വരും? 1 0 5 2 2 -0 2. ഓക്കെ, അടുത്തിന് M31 എങ്ങനെ വരും? ലാസ്റ്റ് റോ ഫസ്റ്റ് കോളം ഒഴിവാക്കുക. 0 0 3 0 0. ഓക്കെ, അടുത്ത് 32 തേർഡ് റോ സെക്കൻഡ് കോളം 0 0 0. അടുത്ത് 33 എന്ന് പറയുമ്പോൾ എന്ത് വരും? ലാസ്റ്റ് റോ ലാസ്റ്റ് കോളം ഒഴിവാക്കുക. 3 -0 3. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത്? മൈനസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ മൈനസ്. ഇനി നമുക്ക് അടുത്തിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? കോഫാക്ടേഴ്സ്. ഓക്കെ, എങ്ങനെയാണ്? A11, A12, A13, A21, A22, A23. അടുത്ത് A31, A32, A33.
ഓക്കെ, അപ്പോൾ A11 നമ്മളുടെ സെയിം M11 M12 പോലെ തന്നെയാണ്. ശ്രദ്ധിക്കേണ്ടത് സയൻസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഓർഡർ. നമ്മൾ പറഞ്ഞാണ് അല്ലേ. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതിൽ നെഗറ്റീവ് വരുന്ന പൊസിഷനിൽ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, സൈൻ തിരിക്കുക. ബാക്കിയുള്ളവരെ അതുപോലെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ എന്ത് വരും, M11. സോ A11 -3. A12 എന്ന് പറയുന്നത് -3 എന്തായിട്ട് മാറും, 3 ആയിട്ട് മാറും. A13 എന്ന് പറയുന്നത് -9 തന്നെയാണ്. ഓക്കെ, അവിടെ നോക്കി അറിയാം. പോസിറ്റീവ് വന്നിടത്തൊന്നും ചിഹ്നം ചേഞ്ച് ആക്കിയില്ല. ബാക്കിയുള്ളിടത്തൊക്കെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കി, നെഗറ്റീവ് വന്നിടത്ത്. അടുത്ത് 21 0 ആൻഡ് 0 തന്നെയാണ്. 0യ്ക്ക് ചിഹ്നം ഉണ്ടോ, ഇല്ല. 22 എന്ത് വരും, -1 തന്നെയാണ്, സൈൻ ചേഞ്ച് ആക്കൂല. 23 -2 ആകും. ഓക്കെ, അടുത്ത് 31 0 ആകും. 32 0 ആകും. 0 ആകുമ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. 33 3 തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഡ്ജ് എങ്ങനെ വരും, ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ അഡ്ജ് എഴുതുകയാണ്. അഡ്ജ് എങ്ങനെ വരും നോക്കിക്കേ, പറഞ്ഞേ. മെട്രിക്സ് ഓക്കെ എന്ത് വരും, -3. ഇതിൻ്റെ ട്രാൻസ്പോസ് ആയിട്ട് വേണം എഴുതാം. ഓക്കെ, -3 0 0 3 -1 0 -9 -2 3. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ അറിയാം, നമുക്ക് എന്തൊക്കെ കിട്ടി, അഡ്ജയും കിട്ടി, ഡിറ്റയും കിട്ടി. അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറത്തോട്ടൊന്നും കൂടെ ഒന്ന് കോപ്പി എടുക്കണേ. ജസ്റ്റ് ഒന്ന് അഡ്ജയിന് ഇതൊന്ന് കോപ്പി എടുക്കുകയാണ്. സോറി, അഡ്ജയിന് നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് എഴുതാൻ എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ അഡ്ജ്. ഓക്കെ, ഇതാണ് അഡ്ജ്, ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്ജ്. ഇതാണ് ഡിറ്റർമിനൻ്റ് എത്രയായിരുന്നു, ഡിറ്റർമിനൻ്റ് -3 ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം A ഇൻവേഴ്സ് ഈക്വൽ ടു എന്താണ്, 1/ഡിറ്റർമിനൻ്റ് A ഇൻറ്റു അഡ്ജ് A ആണ്. 1/ഡിറ്റർമിനൻ്റ് A ഇൻറ്റു അഡ്ജ് A. അതെങ്ങനെ വരും, -1/3. ഓക്കെ, 1/-3 എന്ന് പറയുന്നത് എന്താണ്, -1/3 ആണ്. ഇൻറ്റു അഡ്ജ് എത്രയാണ്, -3 0 0 3 -1 0 -9 -2 3. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി നിർത്താം, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടതാണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ടും കൂടെ ആക്കി നിർത്തുക. ഇനി വേറെ ഏതെങ്കിലും പ്രോബ്ലത്തിൽ നമ്മൾ ഇൻവേഴ്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ട എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതി നിർത്തിയിട്ട് ബാക്കി മൾട്ടിപ്ലൈ ചെയ്യാനോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതിന് കുറച്ചും കൂടി ഈസി കേട്ടോ. കാരണം ഇതിനകത്തോട്ടിട്ട് ഫ്രാക്ഷൻസ് കിട്ടും. ഇവിടെയൊക്കെ അറിയാം നമുക്ക് -1 ടൈംസ് -1/3 എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ അകത്ത് ഫ്രാക്ഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഫൈനൽ ആൻസർ എഴുതുന്ന സമയത്ത് മാത്രം ഇതിനകത്തോട്ട് എടുത്ത് എഴുതിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ A ഇൻവേഴ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് A ഇൻവേഴ്സ് എന്താണെന്ന് പറയാം. A ഇൻവേഴ്സ് ഈക്വൽ ടു മെട്രിക്സ്, നമുക്ക് ഇതിനകത്തോട്ട് എടുക്കാം, നെഗറ്റീവ് പോസിറ്റീവ് ആകും. സോ 3/3 1, അത് 0 0. ഓക്കെ, ഇവിടെ 3/3 1 ആണ്, പക്ഷെ നെഗറ്റീവ് ഉണ്ട്. സോ -1. ഇവിടെ വരുമ്പോൾ എന്താകും, മൈനസ് പ്ലസ് ആകും. സോ 1/3, അവിടെ 0. ഓക്കെ, 9/3 3 ആണ്. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആകും. സോ +3. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആകും, 2/3. അടുത്ത് 3/3 1 ആണ്, -1. ഓക്കെ, സോ ഇതാണ് എന്ത്, ഇതാണ് നമ്മുടെ A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് ആണ്. ഓക്കെ.